ഗൈസ് നമ്മളിന്ന് സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചു. ഈ കറുത്ത കുരുമുളക് പൊടി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു വ്ളോഗറാന്ന് തോന്നുന്നുണ്ട്. എന്താ അരുണിമ എന്നെങ്ങാണ്ടുമാണ് പേര്. പുള്ളിക്കാരിൻ്റെ ഒരു വാർത്ത ഈടെയായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ നല്ല അമേരിക്കയിൽ ജോർജ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് പുള്ളിക്കാരിനെ ഇറക്കി വിട്ടു അങ്ങനെ എന്തൊക്കെയാണ് കേൾക്കുന്നത്. ഞാനും വീഡിയോസൊക്കെ കണ്ടായിരുന്നു. പുള്ളിക്കാരി സോമനസാല ഇറങ്ങിപ്പോയതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടു. എനിക്ക് അവരെ കാണുമ്പോൾ ഇപ്പം ഭയങ്കര സഹതാപമാണ് തോന്നുന്നത്. കാരണം ഞാൻ അരുണിമേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രണ്ട് ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്ത് ഒരുപാട് പേര് ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് നമ്മൾ രണ്ട് ഭാഗം കേൾക്കാതെ എടുത്തു ചാടി വീഡിയോ ചെയ്യരുത് എന്നൊക്കെ കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടു. അതായത് ഈ കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അവരെന്ത് ചെയ്യാണ്, ഈ അരുണിമേനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഞാൻ രാത്രി USA നട്ടപ്പതിരാത്രിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി സോഷ്യൽ മീഡിയ ലൈവൊക്കെ പോയിട്ട് അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് അരുണിമേനെ സപ്പോർട്ട് ചെയ്ത് നട്ടപ്പാതിരാത്രിക്ക് ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉത്തരവാദിത്തം പറയും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്താണ് ജോർജോ അങ്ങനെ എന്താണ് ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ വീട്ടുകാരെയും അയാളെയും പറയാത്തതായിട്ട് ഒരു സാധനമില്ല. നല്ലോണം അയാൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുടുംബത്തിനെ ഷെയിം ചെയ്തിട്ടുണ്ട്, അനാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അരുണിമേനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് അയാൾ ഇതെല്ലാം നിശബ്ദനായി കേട്ടതിന് ശേഷം പുള്ളിക്കാരൻ ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കുകയാണ്. അയാളുടെ റെസ്പോൺസ് അയാൾ അറിയിക്കുകയാണ്. ഞങ്ങൾ ആരും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. അവിടുത്തെ കുട്ടീൻ്റെ ഫ്രണ്ട്സ് ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഈ കുട്ടീനോട് മൺഡേ ആകുമ്പോഴേക്കും ഒന്ന് മാറി കൊടുക്കണം. അതും ശനിയാഴ്ചയാണ് പറയുന്നത്. ശനിയാഴ്ച പറയണം മൺഡേ ആകുമ്പോഴേക്കും നിങ്ങളൊന്ന് മാറിത്തരണമെന്ന്. അത് ഈ കൊച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊച്ചമ്മ എന്ത് ചെയ്തു, വേഗം പെട്ടിയും കിടക്കി ഇറങ്ങി. നിങ്ങൾ എന്നോട് വലിഞ്ഞു കയറി വന്ന ആളെ പോലെയല്ലേ നിങ്ങൾ എന്നോട് പെരുമാറിയതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി വലിയ സീൻ അല്ലെങ്കിൽ ഷോ ഓഫ് ഇറക്കി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിലും ഒരു വീട്ടിൽ വലിഞ്ഞു കയറി ചെന്ന് വാടകയൊന്നും കൊടുക്കാതെ അവരുടെ ഓസിന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ശേഷം അവരുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് അവരോട് പ്രതികരിക്കേണ്ടത്. കൈക്ക് കടിക്കുന്ന പരിപാടി. അവരുടെ മര്യാദയ്ക്ക് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഫ്രണ്ട്സ് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തിങ്കളാഴ്ച ആവുന്നതിന് മുമ്പ് ഇറങ്ങണമെന്ന് ശനിയാഴ്ച നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ മൺഡേ രാവിലെയോ അവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങളത് കാണിക്കാണ്ട് എന്നെ ഇറക്കി വിടുകയാണ്, ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലേ എന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഞാൻ വലിഞ്ഞു കയറി വന്ന ആളല്ലേ, ഞാൻ ഇറങ്ങിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. 100% തെറ്റ് നിങ്ങളെ ഭാഗത്ത്. ഞാൻ ശരി ചെയ്ത് തെറ്റെന്ന് അറിഞ്ഞതിന് ശേഷം വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് ഈ അരുണിമേൻ്റെ വീഡിയോ ഇടാൻ. ഞാൻ ഒരുപാട് പേര് ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നതിൽ നിങ്ങൾക്ക് കാണാം രണ്ട് പേരുണ്ടെങ്കിൽ ആ രണ്ട് ഭാഗത്തിൽ ന്യായം അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നാളെ പിറ്റേന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു യഥാർത്ഥത്തിൽ തെറ്റെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നതിന് മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നമ്മുടെ മറുപടി നമ്മൾ അതിൽ രേഖപ്പെടുത്തുക എന്നല്ലാണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ജോർജിൻ്റെ വീഡിയോ വന്നതിന് ശേഷം അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് വരികയാണ്. എന്താ വെച്ചാൽ ഇയാളെ ഭാഗത്താണ് ശരി, നേരത്തെ പറഞ്ഞായിരുന്നു അരുണിമേൻ്റെ തനിക്കുണം പുറത്ത്, അരുണിമേൻ്റെ തനി സ്വഭാവം പുറത്ത്, അരുണിമയാണ് തെറ്റുകാരി, അരുണിമയ്ക്കെതിരെ ഒരുപാട് പേര് രംഗത്ത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് നേരെ ഒരുപാട് പേര് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. കാരണം പുള്ളിക്കാരിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അല്ലെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ പോയാൽ അതും കുടുംബക്കാരാവട്ടെ നാട്ടുകാരാവട്ടെ ആരെ വീട്ടിലാണെങ്കിലും ഒരു പരിധി കൂടുതൽ അവിടെ താമസിച്ചു കഴിഞ്ഞാലോ ഇരുന്ന് കഴിഞ്ഞാലോ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് സാമാന്യ വിവരത്തോടെ ചിന്തിച്ച് അവിടെ മാറി താമസിക്കേണ്ട ഒരു മിനിമം കോമൺ സെൻസ് കാണിക്കണ്ടേ. ലോകം മുഴുവൻ തെണ്ടിത്തിരിയുന്ന ഒരാളല്ലേ, അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുന്ന ഒരാളല്ലേ. ഈ പെണ്ണിനെ ഞാൻ ഏതൊരു നീഗ്രോ വണ്ടിയിൽ സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടുപോകണ സമയത്ത് തട്ടിന്നോ പിടിച്ചെന്നോ ചൊറിഞ്ഞുന്നോ എന്തോ കാണിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴാണ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അറിയുന്നത് തന്നെ. അതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ടാമതാണ് ഈ ഒരു വിഷയം കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ ലോകവിവരം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് വെച്ചിട്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചൂടെ. നിങ്ങൾ അവിടെ പോയി അയാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പോരാത്തതിന് ഈ പെണ്ണിൻ്റെ മുഷിഞ്ഞ തുണിയും കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യയാണ് കഴുകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമാണോ അരുണിമ? നിങ്ങൾ എന്തൊരു വലിയ ആളും ആയിക്കോട്ടെ, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ കഴുകണം. അവർ പറഞ്ഞ സമയത്ത് ഇറങ്ങി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇതിന് നിങ്ങളൊരു ഫാമിലിനെ മുഴുവൻ നാണം കെടുത്താണ് വേണ്ടത്. ഇപ്പോൾ ആ പെണ്ണുങ്ങൾക്കെതിരെ കേസാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പെർമിഷൻ ഇല്ലാണ്ട് ആ വീടും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് കേസും കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഉണ്ടാവട്ടെ. എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആ വഴിക്ക് പോട്ടെ. ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് അപ്പം കാണാം. അതുവരേക്കും ബൈ ബൈ.